ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോണ ദിവസമാണ്. 5 മാസമായി വീട്ടിലേക്ക് പോയിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം പോവുകയാണ്. അപ്പം ഇന്നത്തോടുകൂടി എൻ്റെ എക്സാമുകളെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി എൻജോയ് ചെയ്യാം. ഗൈസ്, ഇന്ന് എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇപ്പം ക്യാൻറ്റീനിൽ നമ്മൾ ദോശ കഴിക്കാണ്. ഇതിൻ്റെ വാട്ടർമെലൻ വാട്ടർ ഫ്രൂട്ട് കുഞ്ഞേ 10 ദിവസത്തേക്ക് വീട്ടിൽ പോകണമെന്നുണ്ടോ? ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എയർപോർട്ടിലുണ്ട്. അച്ഛനും അമ്മേനെ ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. ഹോട്ടലിൻ്റെ അടുത്തുള്ള സൽക്കാര ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. അയ്യോ, അവന് മൂത്രം പോയി. അടിച്ചേച്ചിട് മുട്ടെവിടെയാ കൊക്കിയും പൂച്ചിണ്ട്. ബാഹുനോ കച്ചിട്ട് പോവും ബാഹുനെ. അയ്യോ. അപ്പം ഗൈസ്, ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ റൂമൊക്കെ ആകെ പൊടി ആണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ആകെ കോൾഡ് പിടിച്ചു എനിക്ക്. അപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഇപ്പോൾ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ നൂലപ്പാണ്. ഇത് മുകളിലുള്ളത് പഞ്ചസാരയുടെ കളറാണ് കേട്ടോ. പിന്നെ എൻ്റെ കട്ടൻ ചായ. 5 മാസത്തിന് ശേഷമാണ് ഞാൻ കട്ടൻ ചായ കുടിക്കുന്നത്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഹായ്, എനിക്കായിട്ടുള്ള ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ്, സാമ്പാർ, ചിക്കൻ ഫ്രൈ, അത് സ്പെഷ്യലായിട്ട് ലെഗ് പീസ് മാത്രമായിട്ട് വറുത്ത് തന്നു അമ്മ. പിന്നെ അച്ചാറും, മാങ്ങച്ചാറും ഉണ്ട്, ചിക്കൻ്റെ അച്ചാറും ഉണ്ട്. എൻ്റെ ടേസ്റ്റ് ബഡ്സൊക്കെ ഇങ്ങനെ ഹായത്തൊളിച്ചാടുന്നു. കാരണം അവിടെ ഇവിടുത്തെ ചോറ് കിട്ടില്ല. അപ്പം നമ്മുടെ ചോറ് കഴിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം അതൊരു വേറെ ലെവലാണ്. ഈ ചോറ് സാമ്പാർ മാത്രം ഉണ്ടായ പോലും ഞാനിപ്പോൾ തിന്നും. ചിക്കനൊന്നും വേണമെന്നില്ല എനിക്ക്. അപ്പം ഞാൻ കഴിക്കട്ടെ ഗൈസ്, ബൈ. ഇനി ഞാനിപ്പോൾ ബാഹുവിനും അമ്മേനെയൊക്കെ കൂടൊക്കെ ഒന്ന് കഴുകണം. പിന്നെ അവരൊന്ന് കുളിപ്പിക്കണം. കാരണം ഞാൻ വരുന്നവരെ അവർ കുളിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 5 മാസത്തോളം അവർ കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാനിനി തേച്ച് പിരിക്കി കുളിപ്പിക്കണം. കാരണം ബാഹുവിന് പൂടെയൊക്കെ ചട പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രൂമിങ് സെക്ഷനായിരുന്നു അവന്. അതേ ആ വീഡിയോ എടുത്തിട്ടില്ല. ചെറുതായിട്ട് അവിടെ ഇവിടുന്നൊക്കെ മുറിച്ച് കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കണം. അപ്പോൾ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ.
കുളിപ്പിച്ച് ഞാനും കുളിച്ച് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് എൻ്റെ എതിർകൂട്ടൻ. ഓടിച്ചിട്ട് കുറേ നാളായി. ചാർജ് ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ അവളുടെ വീടിൻ്റെ മുന്നിലാണ്. അവൾ ഉറങ്ങുകയാണോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇനി വീട്ടിലില്ലെങ്കിൽ പറഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഞാൻ വന്നപ്പോൾ ഈ ദുഷ്ടത്തി വളരെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. പാവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്തായാലും മഞ്ഞിട്ട് ഇറങ്ങിയേക്കാ രണ്ടെണ്ണം. നമ്മളിപ്പോൾ സഞ്ജനയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിസ്തുണ്ട്, മിക്സറുണ്ട്, ചായ വറുത്തതുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റാണ്. അവിടെ വിളിച്ചിട്ടുണ്ട് അക്കമോൺ. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് മീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇവളുടെ ഉറക്കം കാരണം എൻ്റെ മൂഡ് പോയി. ഞാൻ ചായയൊക്കെ കുടിച്ചിന് വീട്ടിൽ പോണ്. നമുക്ക് വേറൊരു ദിവസം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ? ഇൻട്രോവേർട്ട് മീ. ഞാനിപ്പോൾ എൻ്റെ തറവാട്ടിലേക്ക് വന്നേക്കാണ്. ഇതാണ് എൻ്റെ തറവാട്. ഇവിടെ കാട് പിടിച്ചെടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുടുംബാമ്പലമാണ്. അത് കാവും. ഞാനിപ്പോൾ ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറും കട്ടൻ ചായയാണ് രാവിലെ കഴിക്കണം. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 2 മണിയായി. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണുള്ളൂ. ഞാൻ അതിന് മുൻപ് കുളിക്കാൻ കുറേ പരിപാടികളൊക്കെ ഉണ്ടായി. വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായി. പിന്നെ ഫുള്ള് വെറുതെ ഇരിക്കുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനിന്നിപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ മീൻ വറുത്തത്, ചിക്കൻ കറി, മുതിരയൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരാൾ എന്നെ ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ചിക്ക് പാപ്പം വേണം ബാഹുന്? ചിക്ക് വേണം? ചിക്ക് പാപ്പം വേണം. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവനെ കൊണ്ടിരുത്തും. എന്നിട്ട് ഞാൻ ഇവനെ കുതിപ്പിച്ചെത്തില്ല. പിന്നെ എല്ലാം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. അത്രേ ഉള്ളൂ. ആളിങ്ങനെ നോക്കിയിരിക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് കഴിക്കാൻ പോണത്. ഇത് മാന്തൾ വറുത്തത്, പിന്നെ ഇത് ചിക്കൻ കറി, മുതിര, ചിക്കൻ അച്ചാർ, പിന്നെ കഞ്ഞി, പിന്നെ ബാഹു നാ ചിക്കൻ. കണ്ട ഇവർ ഇങ്ങനെ വരും എൻ്റെ അടുത്തേക്ക്. എടുക്കരുത്, ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഞാനിവരെ കൊതിപ്പിച്ച് കഴിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്ന് വൈകിട്ടിപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി പുറത്ത് പോകാൻ ഉള്ളൊരു പ്ലാനിലാണ്. ചാലക്കുടി വരെ ചുമ്മാ ഫുഡ് അടിക്കാൻ. അതാണ് ഞങ്ങളുടെ മെയിൻ. അപ്പോൾ അങ്ങനെ ഫുഡ് അടിക്കാൻ പോകണ വ്ളോഗൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത്ര പൊളിയില്ല. എല്ലാവരും വയറിന് അറിഞ്ഞി കന്തി കുറെ പേരെ ബീഫ് കണ്ടായിട്ട് കുറെ ബാക്കിയുണ്ട്. എല്ലാവരും പ്ലേറ്റ് ക്യാമറ ഒട്ടും കഴിച്ചിട്ടില്ല. വെരി ബാഡ്. സിറ്റ് സിറ്റ് ഗുഡ് ഗുഡ് ഷേക്ക് ഹാൻഡ് സിറ്റ് മമ്മി സിറ്റ്. ഇതാണോ നിന്റെ സെറ്റ്? ഇതിൽ ഇടണല്ലേ? ഷേക്ക് ഹാൻഡാ? ഷേക്ക് ഹാൻഡ് ഷേക്ക് ഹാൻഡ് മമ്മി ഷേക്ക് ഷേക്ക്. ഓക്കെ ഹൈഫൈ ഹൈഫൈ താ. എനിക്ക് ഹൈഫൈ താ. ഓക്കെ ഗുഡ് ഗേൾ. മമ്മി ജമ്പ്. ഒരു ജമ്പ് ചെയ്തേ. വലിയ ജമ്പ് ചെയ്തേ മമ്മി. ജമ്പ് ജമ്പ് മമ്മി ജമ്പ് ജമ്പ്. ഇതിലേടാം ബേബി കാച്ചേ. ബേബി കാച്ചേ. ബേബി ബേബി കാച്ചേ. ഇതാണോ ബേബി? കൊഞ്ച എങ്ങനെ പൊമ്മിക്ക്? എങ്ങനെ കൊഞ്ചാ? പൊമ്മി ഇങ്ങനെയാണോ കൊഞ്ച? പൊമ്മി എങ്ങനെ കൊഞ്ച? ഇതാണോ കൊഞ്ച? ഇങ്ങനെ കൊഞ്ച ഇങ്ങനെ കൊഞ്ചി. കൊഞ്ചാ മാത്രം അറിയാം. ഏ വബാലു കുഞ്ഞി വബാലു കുഞ്ഞി. ഈ അമ്മ എന്ത് ധൈര്യത്തിലാണ് ചിക്കൻ നോക്കാൻ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച് ഓഫീസിൽ പോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വട്ടം ഇതേപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ കലശം വെക്കാന്നൊരു സംഭവമുണ്ട്. അതായത് ചാത്തനും മുത്തപ്പനും നമ്മൾ കള്ളും ചിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നതാണത്. അപ്പോൾ അന്ന് അമ്മ ചിക്കൻ ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഇതേപോലെ ചിക്കൻ ഇങ്ങനെ നോക്കാൻ എന്നോട് പറഞ്ഞിട്ട് അമ്മ കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ ചിക്കൻ നോക്കി. ഇങ്ങനെ നോക്കി നിന്നു ഞാൻ. ചിക്കൻ അടി പിടിച്ചാണ് ജസ്റ്റ് മിസ്.
അതേപോലെ ഇന്നും ഇപ്പോൾ ഞാനിവിടെ അടുക്കളയിൽ റീൽ നോക്കിയിരിക്കുകയാണ്. പിന്നെയാണ് ഞാൻ ചിക്കൻ്റെ കാര്യം ഓർത്തത്. ജസ്റ്റ് മിസ്സിന് ഇപ്പോഴും അടി പിടിച്ചില്ല എന്നുള്ളൂ. ഇപ്പോൾ സമയം 1 മണിയായിട്ടോ. അപ്പോൾ ഒരു സൈക്കോനെ ഞാൻ കാണിച്ചു തരാം. 1 മണി നട്ടാപ്പറ വെയിലത്ത് എന്താ അവൾ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഭൂമി ഇങ്ങനെ നട്ടാപ്പറ വെയിലത്ത് നമുക്കിത് ഇങ്ങനെ ചെരുപ്പില്ലാണ്ട് ചവിട്ടാൻ പറ്റില്ല കേട്ടോ, തൈലുമേ. അപ്പോൾ ഇവളാ വെയിലത്ത് ഇങ്ങനെ കെടുക്കുകയാണ്. ഇവള് സൺബാത്ത് ചെയ്യണ മദാമയാണ് കേട്ടോ. ഈ സൺബാത്തിലാണ് ഇവളിങ്ങനെ കരിഞ്ഞു പോയത്. കുക്ക് വയറിലാവുന്നു. ഇപ്പൊ ഞങ്ങൾ പാപ്പന്റെ വീട്ടിലാണ് ഗായ്സ്. ഞാനിപ്പോ പാപ്പന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇവിടെ എനിക്ക് ബജ്ജി വട ഒക്കെ മാമ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ജോയ്സ് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കാറിലായിട്ടാണ് നമ്മൾ പോണത്. ഞാന്, ഇവൻ, ശ്രീലു, പാപ്പനും ഒരു കാറില്, പിന്നെ എൻ്റെ അച്ഛനമ്മയും മാമയും വേറെ കാറിലായിട്ടാണ് പോണത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. സോ എൻ്റെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി പുതിയ കുറേ വീഡിയോസായിട്ട് പുതിയ വ്ളോഗിൽ കാണാം. അതുവരെ ബായ്.